പാക്കിങ്ങിന്റെ പോരായ്മ കൊണ്ട് ഡ്രസ്സുകൾ റിജക്റ്റ് ആയാൽ നിങ്ങൾക്ക് പ്രശ്നം എനിക്കല്ലേ? അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ള ഇവരെ തന്നെ പാക്കിംഗ് ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും, ഭംഗിയായിട്ട് പാക്കും ചെയ്യുമായിരിക്കും. പക്ഷേ ഇതെന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ജോലിയാണ്. അതിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരുടെ സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾ ഈ ജോലി ഫിനിഷ് ചെയ്തോളാം. എനിക്ക് ഇവരുടെ ഹെൽപ്പ് ആവശ്യമില്ല. ഇവരെ ഞാൻ മൊത്തമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നല്ല പ്രിയ, എൻ്റെ ഒരു സൂപ്പർവിഷനിലായിരിക്കും ഇവർ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ടെൻഷൻ സിൻസിയറിറ്റി കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നെ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവരെയും വിശ്വസിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗോഡൗൺ കാണിച്ചു തന്നില്ലേ? നിങ്ങളുടെ ജോലി അവിടെയാണ്. പാക്ക് ചെയ്യാനുള്ള ഡ്രസ്സ് ഇവർ നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും. നിങ്ങൾ ഗോഡൗണിലേക്ക് പോയിക്കോളൂ. ശരി സർ. ഫിനിഷ് ആയതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർ പണി തുടങ്ങട്ടെ. അരവിന്ദ് സാറിന് എവിടെന്നാ ഇതുപോലുള്ള ജോലിക്കാരെ കിട്ടുന്നത്? കണ്ടാലൊരു ക്രിമിനൽ ലുക്ക്. ലുക്ക് ക്രിമിനലിന്റെ ആയിക്കോട്ടെ, ക്രിമിനൽസിന്റെ സ്വഭാവം ഉണ്ടാവായിരുന്നാ മതി. പാറു, എന്താ പ്രിയഞ്ചേട്ടാ? അയൺ കഴിഞ്ഞ ഡ്രസ്സ് ട്രെയിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ശരി. പാറു, എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ മേലൊരു കണ്ണുണ്ടാവണം. മോഹനെ പോലെ എനിക്കും അവരത്ര ബോധിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. തുന്നിക്കഴിഞ്ഞ ഡ്രസ്സ് തേക്കുന്നത് ഇവിടെയാണ്. തേച്ചു കഴിഞ്ഞ് ട്രെയിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ എടുത്തുതരാം. വരും. ഉണ്ണി, പാക്ക് ചെയ്യാൻ അരവിന്ദ് സാർ കൊണ്ടുവന്ന പുതിയ ആൾക്കാരാ ഇത്. തേച്ചു കഴിഞ്ഞതൊക്കെ ഇവർക്ക് കൊടുത്തോളൂ. ഇവര് പണി തുടങ്ങിക്കോട്ടെ. തേച്ചു കഴിഞ്ഞതോ? പുതിയ ഡ്രസ്സൊന്നും ഇവിടെ എത്തിയിട്ടില്ല പാറു. വെറുതെ നിക്കണ്ടെന്ന് കരുതി ഇവിടെ കിടന്ന പഴയ 1-2 എടുത്ത് ഞാൻ തേച്ചു വെച്ചതാ. പെട്ടെന്ന് കയറ്റി അയക്കേണ്ട ഡ്രസ്സൊന്നും തേക്കാൻ തുടങ്ങിയില്ലേ? എന്റെ കയ്യിൽ കിട്ടിയാലല്ലേ എനിക്ക് തേക്കാൻ പറ്റൂ. എന്താ എത്ര വൈകുന്നത്? നിങ്ങൾക്ക് ഗോഡൗൺ അറിയാലോ, അങ്ങോട്ട് പോയിക്കോളൂ. പാക്ക് ചെയ്യാനുള്ള ഡ്രസ്സ് ഞാൻ അവിടെ കൊണ്ടുവരാം. പോയിക്കോളൂ. പാറു, അയണിങ് കഴിഞ്ഞ ഡ്രസ്സ് മുഴുവൻ അവരെ ഏൽപ്പിച്ചിട്ട് പാറു അപ്പൊ തന്നെ തിരിച്ചു പോന്നു. കുറച്ചു സമയം പാറു അവരുടെ കൂടെ തന്നെ നിൽക്കണം. ഓർഡർ അയക്കാൻ വൈകിയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് അരവിന്ദ് സാറ് അവരെ ജോലിക്ക് വെച്ചത്. പക്ഷെ അവർക്ക് പാക്കിംഗ് അറിയാമെന്ന് നമുക്ക് കൂടി ബോധ്യപ്പെടാതെ പാക്കിംഗ് മൊത്തമായിട്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. പ്രിയം പറഞ്ഞത് പാറുവിന് മനസ്സിലായോ? അവരുടെ ജോലിയിലൊന്നും പാറു ഇടപെടണ്ട. പാറുവിന്റെ ജോലി ചെയ്താൽ മതി. എന്നാ അവരുടെ മേല് ഒരു കണ്ണും വേണം. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ അവര് പാക്കിംഗ് തുടങ്ങണമെങ്കിൽ തേച്ചു കഴിഞ്ഞ ഡ്രസ്സ് അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? ഇതുവരെ ഒറ്റ ഡ്രസ്സ് പോലും റെഡി ആയിട്ടില്ല. റെഡി ആയിട്ടില്ലേ മോഹൻ? ഇത് ഞാൻ നിന്നോട് എങ്ങനെ പറയണമെന്നോർത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വർക്ക് നീങ്ങുന്നില്ല. നീ എന്താടാ ഈ പറയുന്നേ? 24 മണിക്കൂറും 200 യൂണിറ്റും അതാ നമ്മുടെ ടാർഗറ്റ് എന്ന് നിനക്കറിയില്ലേ? മണിക്കൂറിൽ മിനിമം 9 പീസ് റെഡിയാവണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വർക്ക് നീങ്ങിയില്ലെങ്കിൽ കൈലാഷ് സാറിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അതെനിക്കറിയില്ലേ. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ജോലി തീർക്കാൻ ശ്രമിക്കുമ്പോൾ കരുനാഗം നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരുനാഗം നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു? എങ്ങനെ? ഈ യൂണിറ്റിൽ 2 ടൈലർമാരായിരുന്നു ജോലിക്ക് വന്നത്. സർല ചേച്ചിയും മുൻദാസും. തയ്യൽ മിഷൻ തകരാറിലാണെന്നും പറഞ്ഞ് കരുനാഗം 2 പേരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കമ്പനിക്ക് വേണ്ടി ചാകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. എന്നിട്ട് കമ്പനിക്കിട്ട് പാര വയ്ക്കുകയും ചെയ്യും. ആ കരുനാഗത്തിനിട്ട് 2 പൊട്ടിച്ചാലോ? അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. തയ്ക്കാൻ ആളില്ലെങ്കിൽ നീ പറഞ്ഞത് തന്നെയാ സംഭവിക്കുക. കൈലാഷ് സാറിന് മുന്നിൽ നമ്മൾ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. നീ എവിടെന്നെങ്കിലും 1-2 ടൈലർമാരെ കിട്ടുമോ നോക്ക്. പെട്ടെന്ന് വേണം. ഇന്ന് സൺഡേ അല്ലേ പ്രിയ? വിളിച്ച ഒരൊറ്റൊരുത്തിനും വരില്ല.
ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തിനാ വേറെ ആളെ അന്വേഷിക്കുന്നത്? ആള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. ആര്? പാറു. നിന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പ്രിയൻ ചേട്ടാ, ടൈലർ ജോലിക്കായിട്ടല്ലേ നീ ഈ ഗാർമെന്റ്സിലേക്ക് വന്നത്? കരുനാഗത്തിന്റെ ദുഷ്ടതരം കാരണം നിനക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല. പക്ഷേ എല്ലാറ്റിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ? നിന്റെ സമയം വന്നത് ഇപ്പോഴാ. ചെന്നാ മെഷീന്റെ മുന്നിൽ പോയിരിക്കുക. മെഷീന്റെ മുന്നിൽ പോയി ഇരിക്കു പാറു. പ്രിയൻ ചേട്ടാ, ഞാൻ നീ തന്നെ. പ്രിയ, ഇത് വേണോ? പറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി തീർത്തു കൊടുക്കണ്ടേ? ഇതല്ലാതെ വേറെന്ത് വഴിയാ ഉള്ളത്? അതൊക്കെ ശരിയാ. പാറു ടൈലർ ആവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും നമ്മളെ തോപ്പിച്ചേ അടങ്ങുമെന്നുള്ള വാശിയിൽ നിൽക്കുന്ന കരുനാഗം ഇത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ പ്രശ്നം ഉണ്ടാക്കും. മോഹൻ പറഞ്ഞത് ശരിയാ പ്രിയ. അയാളൊരു കാരണം നോക്കി നടക്കുക. നമ്മളായിട്ട് അയാൾക്കൊരു കാരണം ഉണ്ടാക്കി കൊടുക്കണോ? അയാളുടെ ഈഗോയ്ക്ക് മുന്നിൽ നമ്മൾ മുട്ടുമടക്കി കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അയാൾ പുറത്തുനിന്ന് ആളെ വരുത്താൻ തയ്യാറായതല്ലേ? പുറത്തുനിന്ന് ആളെ വരുത്തുന്നതിന് പകരം ഇവിടെ ഉള്ള ഒരാളെ വെച്ച് നമ്മൾ ജോലി ഫിനിഷ് ചെയ്യുന്നു. അതിനയാൾ ഉടക്കുന്ന എന്തിനാ? അയാൾ വന്നിരുന്ന് തയ്ക്കൂ. 24 മണിക്കൂറിനുള്ളിൽ ജോലി തീർത്തു കൊടുക്കുമെന്ന് കൈലാഷ് സാറിന് വാക്ക് കൊടുത്തത് ഞാനാ. അതെങ്ങനെ തീർക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. കരുനാഗം പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ ഞാൻ നോക്കിക്കോളാം. തയ്യൽ മെഷീന്റെ മുന്നിൽ പോയി ഇരിക്കു പാറു. പ്രിയൻ ചേട്ടാ, പ്രിയൻ ചേട്ടൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞ സമയത്ത് ജോലി തീർക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല പ്രിയൻ ചേട്ടൻ എന്നെ നിർബന്ധിക്കുന്നത്. ഞാൻ ടൈലറായി കാണാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാ, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഒക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കൊക്കെ എന്നോടുള്ള സ്നേഹത്തിന്റെ ഇരട്ടിയാ കരുണാകരൻ സാറിന്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം. ഈ ഗാർമെന്റ്സിൽ വന്ന അന്ന് തൊട്ട് ഞാൻ കരയാൻ തുടങ്ങിയതാ. ഇവിടെ ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല. കുറച്ചു ദിവസമായി അയാൾ അധികം എന്നെ സങ്കടപ്പെടുത്താറില്ല. ഒരു കാരണം കിട്ടാത്തതുകൊണ്ടാ ഞാനായിട്ട് തന്നെ അയാൾക്കൊരു കാരണം ഉണ്ടാക്കി കൊടുക്കണോ പ്രിയൻ ചേട്ടാ? പ്രിയ, പാറു പറയുന്നത് പ്രിയനൊന്ന് മനസ്സിലാക്ക്. കൈലാഷ് സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നോ? ഇന്നിവിടെ കരുനാഗത്തിന്റെ ഭരണോ?